ഓ എന്തോ പറയാനാ, നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പൊ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം എന്താണെന്നറിയും? ഒരു പാട്ടയും ഒരു ചിരട്ടയും. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്താണെന്നല്ലേ, കണ്ടിട്ട് വാ. പിന്നൊന്ന് ഈ തന്തയില്ലാത്ത ചേട്ടപ്പട്ടി മാറി ചേച്ച പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇവൻ എന്നോട് പറഞ്ഞു പോലും, പിന്നെ മോളെ ഞാൻ സർജറി കഴിഞ്ഞു, മോക്ക സർജറി കാണുന്നുണ്ട്. ഞാൻ എന്നാ കാണിച്ചോന്ന് പറഞ്ഞത്. ഏരപ്പേ നിന്നോട് എപ്പോഴാണ് പറഞ്ഞത്? നീ എന്നോട് എപ്പോഴാണ് ചോദിച്ചത് മോക്ക് കാണണോ മോക്ക് കാണണം? അപ്പൊ ഞാൻ നിന്നോട് കാണണമെന്ന് പറഞ്ഞോ? ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. എനിക്ക് ഒറ്റ തന്തയുള്ളൂ, കെ ആർ രാജേഷ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് നിങ്ങള് കണ്ടില്ലേ, മനസ്സിലായല്ലേ? ആരാണ് പാട്ട, ആരാണ് ചിരട്ട? ചിരട്ട ജാസിയും, പാട്ട നമ്മളെ കക്കൂസ്റ്റാങ്കും. ആര്? എലനോസ് പാട്ട. അത് തന്നെ. പൊന്നാര മോളെ, നീ തുറക്കും. നീ കൊടുങ്ങല്ലൂര് ഭാഗത്ത് എവിടെയെങ്കിലും ആണോ നിന്റെ വീട്? അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. മായിരി തെറി വിളിക്കണമെങ്കിൽ നിന്റെ വീട്ടിലാരും ചോദിക്കാനും പറയാനൊന്നുമില്ല പൊണ്ണെ. നിന്റെ തന്തയും തള്ളയൊന്നും ഇതൊന്നും കാണുന്നില്ല. നീ പബ്ലിക്കിൽ വന്നിട്ട് നിനക്കൊരു കെട്ടിയവനുണ്ടെന്ന് പറയുന്ന അവനും കാണുന്നില്ല. നീ ഇങ്ങനെ വന്നിട്ട് ഈ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്നത്. നീ ആ തെറി വിളിക്കണ ആ കുണ്ടൻ ജാസീനല്ല. വെറുതെ എന്തിനാണ് അവനെ തെറി വിളിക്കുന്ന? നീ എന്നെ പറഞ്ഞ് നിന്റെ വീഡിയോ കോൾ വിളിച്ചിട്ട് അവന് ഉമ്മറം കാണിച്ചു തന്നെന്ന് പറഞ്ഞു ഇല്ലേ? നീ എന്നെ പറഞ്ഞ അവൻ വീഡിയോ കോൾ വിളിച്ച് നിനക്ക് ഉമ്മറം കാണിച്ചു തന്നു. ജാസിയും പറയുന്നു നിനക്ക് ഉമ്മറം കാണിച്ചു തന്നു. അല്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇതിന്റെ ഇടയിൽ കൊണ്ടിടുന്ന എന്തിനാണ്? അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ് പാട്ടെ. നിങ്ങൾക്ക് അവൻ ഉമ്മറം കാണിച്ചെന്നേ, പിന്നാമ്പുറം കാണിച്ചെന്നേ, ഇനി എന്തെങ്കിലും കാണിച്ചെന്നെങ്കിൽ ഇങ്ങക്ക് പറഞ്ഞു തീർത്താ പോരെ? ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തൂറി നാട്ടണ എന്തിനാണ് പാട്ടെ? അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണം. ജാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാസി പറയണത് ഞാന് മറ്റേ കൊല മുറിച്ച്. അപ്പൊ പാട്ട ചോദിക്കുന്നുണ്ട് നീ കൊല മുറിച്ച തെളിവ് കാണിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ജാസി വിളിച്ചിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു, ഉമ്മറം കാണിച്ചു കൊടുത്തു പാട്ടയ്ക്ക്. പാട്ട അത് കണ്ടിട്ട് ഇല്ല, അത് ശരിയായിട്ടില്ല, അതിന്റെ ഭാഗങ്ങളൊന്നും ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പാട്ട സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജാസീനെ തെറി വിളിക്കും. ഇത് കഴിയുമ്പോ ജാസി പാട്ടേനെ തെറി വിളിക്കുന്നു, പാട്ട ജാസീനെ തെറി വിളിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന നമ്മൾ. അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ് പാട്ടെ, നിനക്കിത് നിർത്തി പൊയ്ക്കൂടെ? നിന്റെ വീട്ടിലെ തന്തയും തള്ളയും കെട്ടിയവനൊന്നും ഇല്ല പെണ്ണ നിന്നെ പിടിച്ചേർത്താനൊന്നും. ഇങ്ങനെ തുറന്ന് അഴിച്ചു വിട്ടിരിക്കുകയാണോ? ഇങ്ങനെ നാട്ടുകാരെ പോയി തെറി വിളിച്ചോ. ഇതിപ്പോ ജാസിനെ തെറി വിളിക്കണേനൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല. പക്ഷേ എന്താ പറയുക, രണ്ടും കണക്ക് അല്ലേ? രണ്ടും കണക്കല്ലേ? പാട്ടേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് വേണ്ട, പണ്ടേ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. നാട്ടുകാരെ പോയി തെറി വിളിച്ചോന്ന് പറഞ്ഞിട്ട് തന്തയും തള്ളയും അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഇപ്പൊ കല്യാണം കഴിച്ചെന്നൊക്കെ പറയാണ്. അപ്പൊ ഓനും അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അവൻ പറഞ്ഞാൽ കേൾക്കൂല എന്ന് നമുക്കൊന്നും അറിയണം. എന്തായാലും പാട്ടയും ചിരട്ടയൊക്കെ കൊള്ളാടേ. ഈ മയില് ഇത് തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഈ രണ്ട് നായ്ക്കളെ കാരണം അല്ലേ? വല്ലാത്ത ഗതികെട്ട സാധനങ്ങൾ. പാട്ടയും ഒരു തൊട്ടിയും വൃത്തികെട്ട മയിലുകളും.